ഹലോ ഫ്രണ്ട്സ്, നമുക്ക് മിക്ക ദിവസങ്ങളിലും ഒരുപാട് ബൈക്ക് യാത്രകളൊക്കെ ചെയ്യേണ്ടി വരാറുണ്ടാകും. അപ്പോൾ മഴയുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ റെയിൻകോട്ട് ധരിക്കുമെങ്കിലും ഒരു കോളോ അല്ലെങ്കിൽ വീഡിയോ കോളൊക്കെ വന്നാലും നമുക്കൊരു ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ ഒക്കെ എടുക്കണമെങ്കിലും ഒക്കെ ഫോൺ നനഞ്ഞ് കേടാകുമെന്ന് പേടിച്ച് നമ്മൾ ഇത് പുറത്തേക്ക് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാറുണ്ട്. അതിനൊരു പരിഹാരമായി എനിക്കിപ്പോൾ ഒരു സ്റ്റൈലൻ വാട്ടർ പ്രൂഫ് കവർ കിട്ടിയിട്ടുണ്ട്. എനിക്കിത് വളരെ ഉപകാരപ്രദമായി തോന്നിയത് കൊണ്ട് തന്നെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ആക്കി വെക്കുക. ഈ ട്രാൻസ്പെറൻറ്റ് കവർ ഉപയോഗിച്ച് ഫോണിലെ കോളിംഗ്, അതുപോലെ വീഡിയോ കോളിംഗ്, റിയർ ക്യാമറ, ഫ്രണ്ട് ക്യാമറ, മ്യൂസിക്, വീഡിയോ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിലൂടെ വർക്ക് ചെയ്യിക്കാം. ഈ കവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള രീതിയിൽ നല്ലൊരു PVC മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് സ്ക്രാച്ച് ഒന്നും വരാത്ത രീതിയിലുള്ള ഒരു നിർമ്മാണമാണ് ഇതിൻ്റെത്. ഇതിൻ്റെ സൈഡുകളിലൊക്കെയുള്ള സീലിംഗ് ഒക്കെ ആണെങ്കിലും ഇത് അത്യാവശ്യം നല്ല വീതിയിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒരിക്കലും കയറാത്ത രീതിയിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കവറിനകത്തേക്ക് നമ്മൾ ഫോൺ ഇടുന്ന ഭാഗത്തൂടെ വെള്ളം കടക്കാതിരിക്കാൻ ഇതിന് 3 ലോക്ക് സംവിധാനങ്ങളാണുള്ളത്. അതായത് നിങ്ങൾ ചില പ്രസ്സിങ് കവറിലൊക്കെ കണ്ടു കാണും, അത് നമുക്ക് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ കവർ ക്ലോസ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള 3 പ്രസ്സിങ്ങുകളുടെ പുറമെ അത് 3ഉം ലോക്ക് ചെയ്തതിന് ശേഷം ഇത് 3ഉം മടക്കി വെച്ച് അതിന് മുകളിലൂടെ ഒരു കവറും കൂടി കൊടുത്ത് അത് 2 ബട്ടണും വെച്ചിട്ട് പ്രസ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ വാട്ടർ പ്രൂഫിംഗ് സംവിധാനം. ഈ കവറിനകത്തേക്ക് ഫോണ് ഇറക്കി വെക്കാൻ വേണ്ടി ആദ്യം ഈ 3 ലോക്കുകളും വേർപ്പെടുത്തി ഇതുപോലെ കവർ തുറക്കുക. ശേഷം ഫോൺ നമ്മൾ അതിനകത്തേക്ക് വെച്ചതിന് ശേഷം ഈ 3 ലോക്കുകളും ഇതുപോലെ തന്നെ പ്രസ് ചെയ്ത് വെച്ച് ഇത് 3ആയിട്ട് മടക്കി ഇതിൻ്റെ പുറമേയുള്ള ആ കവർ കൂടി അതിന് മുകളിലേക്ക് വെച്ച് ഇതുപോലെ ഈ 2 ബട്ടണുകളും പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോണ് വാട്ടർ പ്രൂഫായി. ഈ പൗച്ച് മൊത്തത്തിൽ വരുമ്പോൾ കുറച്ച് സൈസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് കഴുത്തിൽ തൂക്കിയിടുന്നതിന് വേണ്ടിയിട്ട് ഒരു വള്ളി ഇതിൽ തന്നെ വരുന്നുണ്ട്. അത് വേണമെങ്കിൽ അതിൻ്റെ വലിപ്പം ഇതുപോലെ വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പമാക്കി നമുക്ക് കഴുത്തിലിട്ട് കൊണ്ട് നടക്കാവുന്നതാണ്. പിന്നെ ഇതിലൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നമ്മളിപ്പോൾ ഈ ഫോണ് ഒരു എയറും കിടക്കാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ സീൽ ചെയ്തെങ്കിലും നമുക്ക് ഇതിലെന്തെങ്കിലും വീഡിയോ പ്ലേ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് കോൾ വിളിക്കുമ്പോഴൊക്കെ സൗണ്ട് പുറത്തോട്ട് കേൾക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതുപോലെ തന്നെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമ്മളിവിടെ പറയുന്നത് അങ്ങേ തലത്തിലുള്ള ആളുകൾക്ക് ഫോണിൽ കേൾക്കുന്നതിനോ, അതായത് മൈക്കിൽ നമ്മൾ പറയുന്നതും ഒക്കെ അപ്പുറത്തുള്ള ആൾക്ക് വ്യക്തമായിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ വളരെ നേരിയ രീതിയിലുള്ള ഒരു കുറവ് മാത്രമാണ്, അറിയാൻ മാത്രമുള്ള ഒരു കുറവൊന്നും വരുന്നില്ല. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ സാധാരണ വലിപ്പത്തിലുള്ള ഒരു സ്മാർട്ട് ഫോണൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൽ ഒരുപാട് സ്ഥലം ബാക്കിയുണ്ടാവും. അപ്പോൾ നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പേഴ്സ് പോലുള്ള നനയാൻ പാടില്ലാത്ത വസ്തുക്കളും ഇതിനകത്ത് വെക്കാനുള്ള സ്ഥലം കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ പൗച്ചിനകത്ത് വെച്ച ഫോണ് ഇനി ഞാനൊന്ന് വെള്ളത്തിൽ മുക്കി കാണിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്. ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ഈ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ ഈ ഫോണിനെ മുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും, നമ്മുടെ ഫോണ് വെള്ളത്തിനടിയിലും ആ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കവറിലിട്ട് നമുക്ക് ക്യാമറ ഓണാക്കി വെള്ളത്തിനടിയിൽ നിന്ന് പിക്ചറോ അല്ലെങ്കിൽ വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് നല്ലൊരു ട്രാൻസ്പെറൻറ്റ് കവറായതുകൊണ്ട് തന്നെ വീഡിയോയുടെയോ അല്ലെങ്കിൽ ഇമേജിൻ്റെയോ ഒന്നും ക്വാളിറ്റിയിലൊന്നും കുറവ് വരുന്നില്ല. ഇങ്ങനെ വെള്ളത്തിനടിയിൽ വെച്ച് ക്യാമറ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വെള്ളത്തിനടിയിൽ വെച്ച് നമ്മുടെ ഫോണിൻ്റെ ടച്ച് ചിലപ്പോൾ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലെ ക്യാമറ ടൈമർ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൽഫിയോ അല്ലെങ്കിൽ മറ്റു പിക്ചറുകളൊക്കെ എടുക്കാൻ പറ്റും. ഇത്തരം പൗച്ചുകളിൽ ഫോൺ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ കൂടി ഇത് കുട്ടികളൊക്കെ എടുത്ത് ഈ പരുക്കൻ പ്രതലങ്ങളിലൊക്കെ ഉരച്ച് ഇതിൽ സ്ക്രാച്ചോ അല്ലെങ്കിൽ പഞ്ചറുകളൊക്കെ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഓരോ തവണ എടുക്കുമ്പോഴും ഇതിൽ അങ്ങനെ ഹോളുകളൊന്നും വീണിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുന്നത് നമ്മുടെ ഫോണിൻ്റെ സേഫ്റ്റിക്ക് എന്തായാലും നല്ലതാണ്. ഇതുപോലൊരു വാട്ടർ പ്രൂഫ് പൗച്ച് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഔട്ട്ഡോറായിട്ട് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരും അതുപോലെ വാഹനങ്ങളിൽ സഞ്ചരിച്ച് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ വളരെ ഉപകാരപ്പെടുമെന്ന് കരുതിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇത് നിങ്ങൾക്ക് സാധാരണ മൊബൈൽ ആക്സസറീസ് ഒക്കെ വിൽക്കുന്ന കടകളിൽ 100 രൂപയിൽ താഴെ വാങ്ങാൻ കിട്ടും. ഇനി അഥവാ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാനുള്ള ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്